ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ അത് പിന്നീട് ചർച്ച ചെയ്യാമെന്നാണ് BJP പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്നറിയോ, കൊടിക്കുന്നിൽ സുരേഷിനെ ഇന്ത്യ മുന്നണിയുടെ ഈ പറയുന്ന സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. എന്തെങ്കിലും നടക്കുമോ? കൊടിക്കുന്നിൽ തോറ്റുപോകും. അല്ലാതെ കാരണം 293 MP ഇന്ത്യ മുന്നണിയുടെ എതിരെ വോട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഓം ബിർളയ്ക്ക് വോട്ട് ചെയ്യും. 293 BJP മുന്നണി NDAക്ക് ഉള്ള MP, 234 ഇന്ത്യ മുന്നണിക്ക്. ഇതാണ് പാർലമെൻറ്റിലെ കണക്ക്. പക്ഷേ ഞാൻ പറയുന്നതല്ല, നമുക്ക് മലയാളികളെ സംബന്ധിച്ച് നമുക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ കേരളത്തിൽ നിന്ന് MP ആയ ആളാണ്. വളരെ സീനിയറാണ്, പട്ടികജാതിക്കാരനാണ്. അദ്ദേഹത്തെ കോൺഗ്രസ് അപമാനിക്കുകയാണ്. കാരണം പ്രോട്ടൈം സ്പീക്കർ ആക്കിയില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇവർ കുറേ നിലവിളിച്ചു, കരഞ്ഞു. ഭയങ്കര ബഹളം. ഇന്ത്യ മുന്നണിയിലെ ഒരാളെ അംഗീകരിക്കാത്തത് അയാൾ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് ബ്രാഹ്മണരായ BJPക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു കള്ള നിലവിളി. കാരണം നമുക്കറിയാം 293 പേരാണ് BJP മുന്നണിയിലുള്ളത്. BJPക്ക് 240 സീറ്റുകളുണ്ട്. 240 മഹാഭൂരിപക്ഷം സീറ്റുകളും OBC SC ST വിഭാഗത്തിൽ നിന്നുള്ളതാണ്. സവർണ സീറ്റുകൾ പകുതി പോലുമില്ല, 4 പോലുമില്ല BJP മുന്നണിയിൽ. അപ്പോൾ ആ പറയുന്നത് തന്നെ വലിയ കളവാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കൊടിക്കുന്നിൽ സുരേഷിനെ തോൽക്കാൻ പോകുന്ന സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്? കാരണം മറ്റതുകൂടിയുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാർലമെൻറ്റിലേക്കുള്ള സ്പീക്കറിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരണം എല്ലാ പ്രാവശ്യവും സമവായത്തിലൂടെയാണ് ഇതുവരെ സ്പീക്കറെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഡെപ്യൂട്ടി സ്പീക്കറെ അങ്ങനെ തന്നെയാണ്. കാരണം സ്പീക്കർ എന്ന് പറയുന്നതും ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നതും ഏതെങ്കിലും പാർട്ടിയുടേതല്ല, സഭയുടെ പൊതു സ്വത്താണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടിയാണ് സ്പീക്കർ. പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോലെ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ ഇന്ന് പ്രതിപക്ഷ നേതാവൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. പാർട്ടി അജണ്ട നടപ്പാക്കുന്നുള്ള ആക്ഷേപം കേരളത്തിലല്ല, പല സംസ്ഥാനങ്ങളിൽ സ്പീക്കർമാർക്കെതിരെ വന്നിട്ടുണ്ട്. നിഷ്പക്ഷനായിരിക്കണം എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള പ്രവർത്തകർ ഉണ്ടാവുന്നെന്ന് പ്രതിപക്ഷം കേരളത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിഷ്പക്ഷനായി പ്രവർത്തിച്ച സ്പീക്കർമാരും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണൻ നല്ല സ്പീക്കറായിരുന്നു. ആർക്കും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ആക്ഷേപമില്ലാത്ത തരത്തിൽ പ്രവർത്തിച്ച ഒരു സ്പീക്കറായിരുന്നു K. രാധാകൃഷ്ണൻ. മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന് വലിയ അംഗീകാരം, ക്രെഡൻഷ്യൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പാർലമെൻറ്റിലേക്ക് ആദ്യമായി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ആരാ അവസരം ഉണ്ടാക്കിയത്? കോൺഗ്രസ്സാണ്, ഇന്ത്യ മുന്നണിയാണ്. കാരണം സ്പീക്കറായിട്ട് സാധാരണഗതിയിൽ ഭരണപക്ഷം ഒരു പേര് നിർദ്ദേശിക്കും, അത് അംഗീകരിക്കും. അതിപ്പോൾ ഇതിനായിട്ട് രാജ്നാഥ് സിംഗിനെയാണ് ചുമതലപ്പെടുത്തിയത്. രാജ്നാഥ് സിംഗ് മല്ലികാർജ്ജുൻ ഖാർഗെ കണ്ടു, രാഹുൽ ഗാന്ധിയെ കണ്ടു, ഇവരെയൊക്കെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഇവർ ഡിമാൻഡ് വെച്ചു, ഒരു കാര്യം ചെയ്യും, ആദ്യമേ ഡെപ്യൂട്ടി സ്പീക്കറെ ഞങ്ങൾക്ക് താ, എന്നാ ഞങ്ങൾ ചെയ്യാം. ഇവിടെ തോറ്റു എന്തായാലും അവിടെ. പക്ഷേ അതൊരു ശരിയല്ലല്ലോ. കാരണം പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതൊന്നുമല്ല ഡെപ്യൂട്ടി സ്പീക്കർ. അതും ഭരണപക്ഷത്തിന് അവകാശപ്പെട്ടതില്ല. കേരള നിയമസഭയിൽ ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ? പ്രതിപക്ഷത്തിന് അല്ല. പാർലമെൻറ്റിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്, കുറേ കാലമായി ആ കീഴ്വഴക്കം തെറ്റിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കുറി ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള അവരുടെ ആവശ്യം ന്യായമാണ്, പരിഗണിക്കേണ്ടതാണ്. അവകാശമൊന്നുമില്ല, സർക്കാരിന് തോന്നിയാൽ കൊടുക്കാം, അവകാശമൊന്നുമില്ല. അപ്പോൾ അവകാശം ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾക്കാണെന്ന് ഉറപ്പ് തന്നാൽ പറയാമെന്ന്, അത് പോയിന്റ് ബ്ലാങ്കിൽ തോക്ക് ചൂണ്ടി സംസാരിക്കുന്ന പോലെ. അതുകൊണ്ട് BJP അങ്ങോട്ട് പ്രഖ്യാപിച്ചു, ഇറ്റ്സ് ഓക്കെ, ഇലക്ഷൻ നടക്കട്ടെ, ബുധനാഴ്ച ഇലക്ഷൻ നടക്കും. 27-ാം തീയതി ആണെന്ന് തോന്നുന്നു, 27-നോ മറ്റോ 27-ന് രാഷ്ട്രപതി പാർലമെൻറ്റിൽ സംസാരിച്ചുകൊണ്ട് സഭ ആരംഭിക്കുകയും ചെയ്യും. അന്നും ഇവർ ബഹളമായിരിക്കുമേ. കാരണം ഇവരെല്ലാ ഇനിയുള്ള പാർലമെൻറ്റ് സെഷൻ മുഴുവൻ കലക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. എനിവേ, നമുക്ക് സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി ആ കീഴ്വഴക്കം അട്ടിമറിക്കാൻ കാരണമായതാരാണ്? ഇന്ത്യ മുന്നണിയാണ്. രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലാത്ത തീരുമാനമാണ്. പക്ഷേ എൻ്റെ സങ്കടം അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് വലിയ സങ്കടമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഇവർ പറയുന്ന പോലെ മഹാനായ പാർലമെൻറ്റേറിയൻ, ഈ പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയിട്ട പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ എൻ്റെ അമ്മയെ പേറ്റാതള്ള സഹിക്കൂല. അതുപോലത്തെ ഗംഭീര പ്രസംഗങ്ങളൊക്കെ നടത്തിയ അദ്ദേഹം മാത്രമല്ല, TN പ്രതാപൻ സാർ, ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യസഭയിൽ റഹീം ഒക്കെ ഉണ്ട്. പോട്ടെ, ഞാൻ ലോകസഭയിലെ കാര്യം പറഞ്ഞു. ഒരു പ്രേമചന്ദ്രൻ ഉള്ളത് കൊണ്ട് പാർലമെൻറ്റിലെ കാര്യത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ഉണ്ടല്ലോ, വൃത്തിയായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾ അവിടെ ഉണ്ട്. ടി മുഹമ്മദ് ബഷീർ നന്നായിട്ട് സംസാരിക്കും.
അപ്പോൾ നല്ലവരുണ്ട്. പക്ഷേ ഇത്ര 8 തവണയൊക്കെ MP ആയിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും 4 വാക്ക് പറയാൻ പറ്റാത്ത ആളുകളൊക്കെ സ്പീക്കറാക്കിയാൽ മലയാളത്തിൽ സഭ നിയന്ത്രിക്കുമെന്ന് എനിക്കറിയത്തില്ല. ജയിച്ചു വന്നാൽ ഓർഡർ ഒറ്റ വാക്ക് പറഞ്ഞല്ലോ, ഓർഡർ പറഞ്ഞ് മറ്റേ സാധനം ചുറ്റിയെടുത്ത് 2 അടിയോട് അടിച്ചാൽ എല്ലാം ഭംഗിയാവും. അതാണ് സ്പീക്കർ പണി. പിന്നെ വേറെ കാര്യങ്ങൾ പറയേണ്ടി ഓർമ്മിപ്പിക്കല്ലേ. ഏതായാലും അദ്ദേഹം ജയിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കാണാനുള്ള ഒരു ദുരനുഭവം നമുക്ക് വരാതില്ല, നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ പറയുന്നതല്ല, ഇദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 8 പ്രാവശ്യം MP ആയി ഏറ്റവും മുതിർന്ന നേതാവാണെങ്കിൽ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി, മഹതിയായ സോണിയാഗാന്ധി, ഇനി വലിയ സ്ഥൂല ശരീരം പോലെ സ്ഥൂലമായ മനസ്സുണ്ടെങ്കിൽ ഖാർഗെ, നിങ്ങൾ അദ്ദേഹം പട്ടികജാതിക്കാരനാണ്. പിന്നോക്കമല്ല, പട്ടികജാതിയാണ്. എന്നാൽ അവിടുത്തെ ഏറ്റവും വലിയ ഭൂവുടമയാണ് കർണാടകയിലെ. അത് വേറെ കഥ. എന്തുവാട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടുമല്ലോ, കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കണം പ്രതിപക്ഷ നേതാവ്. എന്താ ആക്കിക്കൂടാ? കാരണം പട്ടികജാതിക്കാരനായ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ ടൈം സ്പീക്കറാവാതെ അപമാനിച്ചു. നിങ്ങൾ സ്പീക്കറാക്കാൻ നോക്കി, അവിടെ പരാജയപ്പെട്ടു. അദ്ദേഹത്തെ ഉയർത്തിപ്പിടിച്ച് BJP ആദിവാസിയെ, മുസ്ലിമിനെ, ദളിതനെ ഒക്കെ രാഷ്ട്രപതിമാരാക്കിയില്ലേ? പ്രഥമ പൗരനാക്കി. നിങ്ങളൊരു പ്രതിപക്ഷ നേതാവാക്ക്. നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇപ്പോൾ കിട്ടും, ക്യാബിനറ്റ് റാങ്കിൽ. കൊടിക്കുന്നിൽ സുരേഷിന് വെല്ലുവിളിക്കുക, കൊടുക്കുക. ഏറ്റെടുക്കുന്ന ആരാ? വെല്ലുവിളി ആരല്ലേ ഏറ്റെടുക്കണ്ടേ? എടുക്കട്ടെന്നേ. ഇവരും വലിയ ജനാധിപത്യം, പിന്നോക്കം, ദളിത് സ്നേഹമൊക്കെ പറയുന്നവരെ. കൊടിക്കുന്നിൽ സുരേഷിനെ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്കുമോ? KC വേണുഗോപാലിന് മലയാളം അറിയാലോ. വേണുഗോപാൽ സാറേ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഈ അവിടുത്തെ ഡിസിഷൻ മേഖല ഒരു കിങ് പിൻ ആണല്ലോ. നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെ പാർലമെന്റിൽ സ്പീക്കറല്ല പ്രതിപക്ഷ നേതാവ് ഇല്ല. കാരണം എന്നറിയോ? KC വേണുഗോപാൽ നാളെ കൊടിക്കുന്നില്ല പിന്നെ സാറേന്ന് വിളിക്കേണ്ടി വരും. പള്ളി പറഞ്ഞാൽ മതി. അതിൻ്റെ ഇടയ്ക്കും തൊഴുത്ത് കുത്താണ്. സാറേന്ന് വിളിക്കാം. പ്രതിപക്ഷ നേതാവിനെ ചുമ്മാ വിളിക്കാൻ പറ്റുമോ? ക്യാബിനറ്റ് റാങ്കിലാണ്. കാരണം പിന്നെ വിദേശത്ത് ആരെങ്കിലും ഒക്കെ വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടാൽ ഓട്ടോമാറ്റിക്കലി പ്രതിപക്ഷ നേതാവിനെ കാണും. അതാണ് പ്രോട്ടോകോൾ. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ കാണാൻ പോകുമ്പോൾ ഇവർ അങ്ങോട്ട് കയറാൻ പോലും പറ്റാതെ വെളിയിൽ കാത്തു നിൽക്കുന്നത് ചിന്തിക്കാൻ പറ്റൂല. ചങ്ക് പൊട്ടി ചത്തുപോകും രാഹുൽ ഗാന്ധിയും കൊടിക്കുന്നിൽ KC വേണുപോലും ഒക്കെ. അപ്പോൾ ആദർശം വിളമ്പാൻ വലിയ എളുപ്പമാണ്, നടപ്പാക്കാൻ വലിയ പാടാണ്. അങ്ങനെ കൊടിക്കുന്നിലിനെ ഈ കേരളത്തിൽ ഇവരൊക്കെ പറയുന്ന പോലെ മഹാനായ പാർലമെൻറ്റേറിയൻ, 8 തവണ MP ആയ കേരളത്തിലെ പിന്നോക്കക്കാരനായ ഈ സാധു മനുഷ്യനെ ബലിമൃഗത്തിനെ അറക്കുന്നത് പോലെ നാളെ പാർലമെൻറ്റിലെ സ്പീക്കർ സ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മഹാപാപമാണെന്നാണ് ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഈ കൊടിക്കുന്നിൽ സുരേഷിനെങ്കിലും മനസ്സിലാക്കിക്കൂടെ തന്നെ അപഹാസ്യനാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഈ കളിക്കുന്ന കളിയെന്ന്? പണ്ട് സിദി ഹാജിയുടെ ഒരു കാര്യമുണ്ട്. സിദി ഹാജി എവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാലും അദ്ദേഹം ഗുഡ് നൈറ്റ് എന്ന് പറയും. രാവിലെ കണ്ടാലും ഉച്ചയ്ക്ക് കണ്ടാലും രാവിലെ കണ്ടാലും ഗുഡ് നൈറ്റ് പറയും. അപ്പോൾ ഈ ആളുകൾ കളിയാക്കി, സിദി ഹാജി അല്ലേ, ബോധമില്ലല്ലോ എന്നിട്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചത്, അല്ല അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് എന്തിനാ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട ഉടനെ ഗുഡ് നൈറ്റ് പറയുന്നത്? എടേ അവന്മാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, അതുകൊണ്ടാണെന്ന് എന്ന് പറഞ്ഞ പോലെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒന്ന് നേരം വെളുക്കട്ടെ. അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിനെ വെച്ചിട്ട് ഇവർ കളിക്കുന്ന അപഹാസ്യ നാടകങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും മുതിർന്ന ഒരു പാർലമെൻറ്റ് മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭാഷ അറിയില്ലായിരിക്കാം, പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ 8 വർഷത്തെ MP ആവുന്ന ചെറിയ കാര്യമൊന്നുമില്ല. ഈ പാർലമെൻറ്റിലെ ഏറ്റവും മുതിർന്ന, നരേന്ദ്രമോദി പോലും ആയിട്ടില്ലല്ലോ, 8 തവണ MP ആയിട്ടില്ല. അപ്പോൾ ഏറ്റവും മുതിർന്ന പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഏറ്റവും മുതിർന്ന പ്രായം കൊണ്ടല്ല കേട്ടോ, അത്രയും പ്രായമൊന്നുമില്ല അദ്ദേഹം. അത്രയും തവണ പാർലമെൻറ്റിലെത്തിയ ആളെന്ന നിലയിൽ അദ്ദേഹത്തെ നിശ്ചയമായും ആദരിക്കേണ്ടതാണ്. പക്ഷേ അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം നോക്കുന്ന ഈ ഒരു ദിവസത്തെ രാജാവ് ഒറ്റ ദിവസം വാർത്തകളിൽ നിറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ പ്രോട്ടേം സ്പീക്കർ ആക്കിയില്ല എന്ന് പറഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് പറഞ്ഞു, 2 ദിവസം വാർത്തയിൽ വന്നു. ഇനിയിപ്പോൾ സ്പീക്കർ ഇലക്ഷന് മത്സരിച്ച് തോറ്റു, അതും വാർത്ത വരും. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ ആരോർക്കും? അദ്ദേഹത്തിന് ഒരു വെറും MP 543 പേരിൽ ഒരാൾ മാത്രം. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയാൽ ഇപ്പോൾ കേരളത്തിനെ വഞ്ചിച്ചിട്ട് പോയ ആളെ രാഹുൽ ഗാന്ധി കേരളത്തെ ചതിച്ചു, അല്ലേ? എന്നിട്ട് അതിന് പകരം തന്നൂടെ? കേരളത്തിന് എന്നോട് കേരളം കാണിച്ച സ്നേഹത്തിന്, കരുതലിന്, പരിഗണനയ്ക്ക് നന്ദിയായി ഞാൻ കേരളത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാക്കുമെന്ന് പറഞ്ഞാൽ AK ഗോപാലിന് ശേഷം കേരളത്തിന് കിട്ടുന്ന ഒരു പദവിയാണ്. മലയാളിയാണ്, പട്ടികജാതിക്കാരനാണ്.
അതിന് തയ്യാറാവുമോ? അത് ഈ മുന്നണിയിലെ ആരെങ്കിലും പറയുമോ? ഇപ്പോൾ അവരുടെ ദളിത് സ്നേഹം ഒക്കെ വെറും കപടമല്ല, വായ്ത്താരി മാത്രം, വായ്ത്താളം അടിക്കുക എന്ന് പറയില്ലേ, അതാണ് ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇവരെ ജനങ്ങൾ വെറുക്കുന്നത്. ഇത് മുഴുവൻ കപട നാടകങ്ങളുടെ ഒരു കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ഇന്ത്യ മുന്നണി പോലെ അപഹാസ്യമായ ഒരു മുന്നണിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ സ്പീക്കർ സ്ഥാനത്തേക്ക് തോൽക്കാൻ വേണ്ടി കൊടിക്കുന്നിൽ സുരേഷിനെ നിർത്തി അപമാനിക്കുന്നത്. അദ്ദേഹം അത് ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തോട് സ്നേഹമുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്.